മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകടങ്ങൾ തുറക്കഥ. അടിപ്പാതകൾ നിർമ്മിച്ചിട്ടും അപകടങ്ങൾ തുടരുന്നതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം മുടിക്കോട് മേൽപ്പാതയിലുണ്ടായ അപകടത്തിൽ 23കാരൻ മരിച്ചിരുന്നു. ഈയിടെ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത മുടിക്കോട് മേൽപ്പാതയിലെ അപകടത്തിലാണ് പട്ടിക്കാട് സ്വദേശിയായ അശ്വിൻ മരിച്ചത്. ഇതേ സ്ഥലത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ മാസം ഒരാൾ മരിച്ചിരുന്നു. ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്നതിന് കരാർ ഒപ്പുവെച്ച 2009 മുതൽ ഇതുവരെ 400ഓളം പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. റോഡ് നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടും അപകടങ്ങൾക്ക് കുറവില്ല. വാണിയമ്പാറയിലാണ് ഇപ്പോൾ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. വേണ്ടത്ര രീതിയിൽ ബാരിക്കേഡ് വെക്കുന്നില്ല. അതുമാത്രമല്ല, സാധാരണ പോകുന്ന റോഡിലൂടെ കോൺക്രീറ്റ് ഡിവൈഡർ വെച്ചിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. ഇവർ പല ഭാഗത്തും ചാലുകൾ കോരിയിട്ടുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ 2 ഭാഗത്തും കോൺക്രീറ്റ് ബീമുകൾ വെച്ചേക്കാണ്. അപ്പോൾ രാത്രി വരുന്ന കാറുകൾ ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് സൈഡിൽ വെച്ച ബാരിക്കേഡിലാണ്. കഴിഞ്ഞ മാസം 16-ന് പട്ടിക്കാടുണ്ടായ അപകടത്തിൽ പാലക്കാട് സ്വദേശി സുരേഷ് മരിച്ചിരുന്നു. വഴുക്കുംപാറയിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് ഗുരുവായൂർ സ്വദേശി ആദർശ് മരിച്ചതും കഴിഞ്ഞ മാസമാണ്. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു ഉണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ്. ഭയങ്കര ഡേഞ്ചർ. ഇവര് അയവകാരം ചെയ്യുന്ന തെണ്ടിത്തരാണ്. ഇവര് മണ്ണ് കൂട്ടിയിട്ട് അവിടെ കൂട്ടിയിട്ട് ഇവിടെ ചാല് കയറിയിട്ടുണ്ട്. ഇപ്പൊ അത് തൂർത്തിട്ട് കുറച്ച് അറിയോ. ഇതൊക്കെ ഇവര് ചെയ്യുന്നത് തെണ്ടിത്തരാണ്. ഇത് പണിയാന്നിട്ട് ഇപ്പൊ അവിടെ 2 സ്ഥലത്ത് പണിത് കഴിഞ്ഞു. അതേമാതിരി ഇത് ഒപ്പം പണിത് കഴിഞ്ഞാൽ ഇത്ര ഇത് വരില്ല. ഈ യൂട്ടാൻ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര അപകടമാണ് ഇവിടെ അറിയോ. വഴുക്കുംപാറ മേൽപ്പാതയ്ക്ക് സമീപം വഴിവിളക്കുകളില്ലെന്നും ആവശ്യത്തിന് സൂചനാ ബോർഡുകളില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നുണ്ട്. മീഡിയ 1 തൃശൂർ.